കേരളത്തിലെ തദ്ദേശ സർക്കാരുകളിൽ വാശിയേറിയ മത്സരം നടക്കുകയാണ് ഇപ്പോൾ. എന്തുകൊണ്ടാണ് കേരളത്തിലെ തദ്ദേശ സർക്കാരുകളിലേക്ക് ഇത്രയേറെ വാശിയേറിയ മത്സരം? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭാരതമാകെ സഞ്ചരിക്കൂ. ശക്തമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് തുകയിൽ 40% എത്തുന്നത് പഞ്ചായത്തുകളിലേക്കാണ്. അധികാര വികേന്ദ്രീകരണം സമസ്ത മേഖലയിൽ നടപ്പിലാക്കിയ മാതൃകാ സംസ്ഥാനമാണ് കേരളം. പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, കാർഷിക വ്യാവസായിക ക്ഷേമ വികസന പ്രവർത്തനങ്ങളാകെ നേതൃത്വം കൊടുക്കുന്നത്, പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളുമാണ്. അതാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ശക്തമാകുന്നത്. എന്തുകൊണ്ടാണത്? അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നടപ്പിലാക്കിയത് ഇടതുപക്ഷം. ഇപ്പോൾ സജീവമായി തദ്ദേശ സർക്കാരുകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഇടതുപക്ഷത്തിനൊട്ടിയാണ്. ഞാൻ വിളപ്പിൽ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുകയാണ്. ഇന്നലകളിൽ കൊടുത്ത വാക്കിതായിരുന്നു, നാടിൻ്റെ വികസനത്തൊപ്പം സഞ്ചരിക്കുമെന്നാണ്. നാളെയും അത് തന്നെയാണ്. സുതാര്യമായി വിനയാന്വിതമായി നാട്ടുകാർക്കൊപ്പം സഞ്ചരിക്കാൻ ഒരവസരം നൽകണം എന്നാണ് അഭ്യർത്ഥന.